നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശമ്പളം, പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തികാവശ്യം നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. കടപ്പത്രങ്ങൾ ഇറക്കി 1249 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ഇതിനായുള്ള ലേലം നവംബർ 19 റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ-കുബർ പോർട്ടലിൽ നടക്കും. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുക. നവംബർ 5 കേരളം 1000 കോടി രൂപ കടമെടുത്തിരുന്നു. 19 1249 കോടി രൂപ കൂടി എടുക്കുന്നതോടെ നടപ്പു സാമ്പത്തിക വർഷത്തെ 2024-25 മാത്രം സംസ്ഥാന സർക്കാരിന്റെ കടം 29,247 കോടി രൂപയാകും. നടപ്പു വർഷം ഏപ്രിൽ മുതൽ ഡിസംബറിൽ 21,253 കോടി രൂപ കടമെടുക്കാനായിരുന്നു കേന്ദ്രം നേരത്തെ കേരളത്തെ അനുവദിച്ചിരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു. ആ പരിധിയുമാണ് നവംബർ 19 അവസാനിക്കുക. ഏകദേശം 12,000 കോടി രൂപയാണ് സർക്കാരിന്റെ പ്രതിമാസ വരുമാനം. ചിലവ് 15,000 കോടി രൂപയോളവും. അതായത് ഓരോ മാസവും 3,000 കോടി രൂപ അധികമായി കണ്ടെത്തണം. നിലവിൽ നവംബർ ആദ്യവാരം ആരംഭിച്ച 1,600 രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. ഈ മാസം അവസാനത്തോടുകൂടി തനതു മാസത്തെ തുകയായ 1,600 രൂപയുടെ വിതരണവും ഉണ്ടാകും. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ വരും മാസങ്ങളിൽ കടുത്ത ചിലവ് ചുരുക്കൽ നടപടികളിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടി വരും. കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല. കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട്. അധികമായി 11,500 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.